ഹായ് ഗായ്സ്, ഇപ്പോൾ രാത്രി സമയം 9:42. 10 മിനിറ്റ് ഇതിലധികം കുറവാണ്. അപ്പോൾ 9:50 ഓക്കെ. അതായത് രാത്രി 10 മണിയാകാനായി. പെട്ടെന്നുണ്ട് രാഹുൽ വിളിക്കുന്നു, അഷ്റഫെ നമുക്കൊരു സ്ഥലം വരെ പോകാനാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടാ. നമ്മൾ ചെക്കന് കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി. ചെക്കൻ എന്ന് പറയുമ്പോൾ വണ്ടി കേട്ടാ, ഇതന്നെ ഈ വണ്ടി. സ്കൂട്ടി എടുത്ത് ഇറങ്ങി. നല്ല തണുപ്പുണ്ട് ഗൈസ്. എന്താ തണുപ്പ്, അടിപൊളി തണുപ്പ്. 3-4 ദിവസം മഴയായിരുന്നല്ല, അപ്പോൾ മഴ പോയി. ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. രാത്രി നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നേരെ പയങ്ങളിലാവും നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കറക്കം. അവനെവിടെയോ ഒന്ന് പോകാനുണ്ട്. അതല്ല അവിടെയും കൂടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടെല്ലാം വരാം. ഓക്കെ, ചെറിയൊരു വ്ളോഗ്. നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വരുന്ന സംഭവം ഇത് കണ്ട. പുഴയിൽ നല്ല സംഭവം ഇത് കണ്ട. സൈഡെല്ലാം കെട്ടി സംഭവമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പുറം ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. ഇത് വന്ന് സെറ്റാകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. വണ്ടി തന്നെ ഇത് നമ്മളെ മുട്ടുകണ്ടി, പഴയങ്ങാടി മുട്ടുകണ്ടി റോഡ്. പഴയങ്ങാടിയിൽ നിന്ന് നമ്മളെ ഏഴത്തേക്ക്, അതായത് എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോഴുള്ള റോഡ്. പുഴയുടെ സൈഡിലൂട്ടുള്ള വഴി. അവിടെ ഒരു പാർക്ക് പോലെ ആക്കിനി. ഇപ്പം പുതിയ സെറ്റപ്പ് വന്നെയാണ്. പാർക്കെല്ലാം കുറച്ചായി ഇവിടെ. ഇങ്ങനെ ഇതുപോലെ കണ്ട സൈഡിൽ നിങ്ങൾ കാണൂല. പകൽ ഞാൻ കാണിച്ചു തരാം. പകലെല്ലാം ഞാൻ ഇടയ്ക്ക് വീഡിയോയിലെല്ലാം കാണിക്കലുണ്ട്. പിന്നെ സൗണ്ട് കുറച്ച് ഡിമ്മായത്. ഇപ്പം വൈകിട്ട് ഇപ്പം എരിവ് കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് സൗണ്ട് ഇങ്ങനെ കുറച്ച് ഇതായിട്ടാ. ഓക്കെ ഗൈസ്, ശരിയാക്കാം. ഗായ്സ് അങ്ങനെ പഴയങ്ങാടി എത്തി. പഴയങ്ങാടി ഗായ്സ്, നമ്മുടെ രാഹുൽജി വണ്ടി ഓട്ടുന്നതിന് ഞാൻ ബാക്കിലിരിക്കുകയാണ്. ഇവിടെ എല്ലാം റോഡിൻ്റെ പണി നടക്കുകയാണ്. കണ്ടോ, റോഡിൻ്റെ പണി ഈ രാത്രി തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ. അവിടെ ജനറേറ്ററിൽ അടിച്ചിട്ടാണ് പണി നടക്കുന്നത് കേട്ടോ. കണ്ടോ, ഫുള്ള് ലൈറ്റെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ റോഡിൻ്റെ പണി. NH 66 കണ്ടോ. ഇതൊക്കെ പക്ഷെ നമുക്ക് പോകേണ്ട റോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ മുമ്പ് നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, എന്താ ശരിക്കും പറഞ്ഞാൽ വേർതിരിച്ചല്ലേ, 1 വേ എന്ന് പറയാം അല്ലേ. രണ്ടും നമുക്ക് വരേണ്ടവർ ഇപ്പുറത്തേ വരിക, പോകേണ്ടവർ അപ്പുറത്തേ പോവുക. ഇവിടുന്ന് ഇപ്പം ജോയിൻ്റായി കണ്ടോ. ഇവിടെ എല്ലാം റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ അടുത്തെന്നറിയാം. നമ്മളിപ്പം പയ്യന്നൂർ എത്താൻ പോകുന്നു കേട്ടോ. പെരുമ്പൊക്കെ എത്താൻ പോകും. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ പെരുമ്പ പാലെത്തിയട്ടാ. പെരുമ്പ പാലം. ഈ താഴേക്ക് ഗൈസ് ഇരുട്ടാന്ന്. ഇങ്ങോട്ടൊരു ഹോട്ടലുണ്ട്. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിന്. ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കണം. എന്താ രസമല്ലേ. നല്ല ലൈറ്റെല്ലാം കൊടുത്ത് അടിപൊളിയാട്ടാ. കേട്ടാ, ഇങ്ങോട്ട് കാണിച്ചാൽ ഒന്നും കാണൂല ഗൈസ്, ഫുള്ള് ഇരുട്ട്. അങ്ങോട്ടാണ് ആ ഹോട്ടൽ ഞാൻ പറഞ്ഞത്. നല്ല മീൻ പൊരിച്ചലും കിട്ടും കേട്ടോ. പല ടൈപ്പ് മീൻ, പുഴ മീൻ പൊരിച്ചലും കിട്ടും. നമ്മൾ പെരുമ്പ പാലെത്തി നമ്മളിങ്ങനെ പോവുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇപ്പം എന്നെ കാണിക്കുന്ന അത്രേ. നമ്മളിവിടെത്തി. നമ്മൾ മിന്നാന്ന് ഇതിലൂട്ട് വരുമ്പോൾ ഞാൻ ഐ ലവ് പയ്യന്നൂർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് കാണിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറം എത്തിപ്പോയി. ഫുൾ ചെക്കിംഗ് അല്ല ഇന്ന് ഫുൾ ചെക്കിംഗ് ആട്ടോ. നേരെ വിട്, നമുക്ക് ഇങ്ങോട്ട് പോകുന്നത് എന്തിട്ട്. ഇതാ ഐ ലവ് പയ്യന്നൂർ ഉണ്ടോ നിങ്ങൾ അവിടെ? ഐ ലവ് പയ്യന്നൂർ കാഴ്ചയായതുകൊണ്ട് കാഴ്ച ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്, നമുക്ക് ഇതിലേറിയാലും അടിയത്തില്ല. ഇപ്പം അവർ പൊട്ടനല്ലേ. ഇതിലൂടെ കയറി പോലീസുണ്ട്. പോലീസ് മുറിയനെ വെച്ചിട്ടുള്ള ജീപ്പിൽ. പോലീസ് ജീപ്പ് റോഡുമ്പോൾ മുറിയനെ വെച്ചു. ഗൈസ്. ഇനി എന്ത് ചെയ്യും? നമ്മ കുടുങ്ങി. രാഹുൽജി കുടുങ്ങി ജി. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ പോകും ഗായ്സ്. നമ്മളിപ്പം ഈ സ്ഥലം എന്താടാ, കണ്ടോത്ത് എത്തിയട്ടാ പയ്യന്നൂര്. സത്യം പറഞ്ഞാൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല. നോക്കിയാൽ സൈഡിലെല്ലാം വണ്ടിയാണ്, ഫുൾ വണ്ടി. ആൾക്കാരും വണ്ടി, ഒരു സ്ഥലവും ഒഴിഞ്ഞു കിട്ടുന്നില്ല. ഫുൾ വണ്ടിയാണ്. എവിടെ വെക്കുക? ഫുള്ള് വണ്ടിയാണ്. എനക്കൊന്നുമില്ല വെക്കാൻ കഴിയും. ഇവിടെ ഒന്നും നടക്കൂലടാ. ഇതാ ഫുള്ള് തിരക്ക് കേട്ടോ. അയ്യോ ബ്ലോക്കാന്ന് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോകാൻ കഴിയില്ല അല്ലേ. വണ്ടി അടങ്ങുമ്പോൾ നമുക്ക് സൈഡാക്കാം. വരെ വെക്കുക, ഇറങ്ങി നോക്കട്ടെ ഗായ്സ്. വണ്ടി വെക്കാൻ വേണ്ടിക്ക് സ്ഥലം തപ്പേന്ന്. ഇതാ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്ന് പയ്യന്നൂർ പെരുമ്പ ഭാഗത്തേക്ക്. ഇവിടെ ഒന്നും നടക്കൂല. ഇവിടെ ഒന്നും നടക്കൂല ഗായ്സ്. ഇവിടെ ഒന്നും നടക്കൂല കേട്ടോ. ഇവിടെ എല്ലാം ഫുൾ വണ്ടിയാണ്. അവസാനം സ്ഥലം കിട്ടി ഗൈസ്. ഇവിടെ വെക്കല്. അങ്ങോട്ട് വെച്ചാൽ മതി. ഇവിടെ വെച്ചാൽ ഞാനൊക്കെ ആക്കടാ ഗായ്സ്. അങ്ങനെ ഇവിടെ എത്തിയട്ടാ പയ്യന്നൂർ
കണ്ടൂത്ത്. അപ്പോൾ ഞാൻ രാവിലെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടാ. രാവിലെ ഫ്ലാഷ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. വേറെ വഴിയില്ല. ഒരായി പറഞ്ഞ രാവിലെ. അപ്പോൾ ഫുള്ള് ഇരുട്ട്. അപ്പോൾ വണ്ടി ഇടാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയാട്ടാ. പോവാ, നടന്നോ. ഓക്കെ ഗൈസ് മുട്ടാംപ്ലേറ്റ്. രാവിലെ മുട്ടാംപ്ലേറ്റ് ആണോ? പൂമൻ കഴിക്കാറേ. ലൈറ്റപ്പ് നോക്കിയേ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയട്ടോ. ഭയങ്കര ജനങ്ങളാട്ടോ, ഭയങ്കര ആളാണ്, ഭയങ്കര റഷാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കാറിൽ മുറിയിലിട്ടിട്ട് എന്താ ഫുള്ള് ആൾക്കാരാണ്. ഗൈസ് ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. ആൾക്കാരൊക്കെ ഉണ്ടോ? ആരൊരാൾ പെപ്പ ആയിട്ട് പോകുന്നുണ്ട് ബ്ലോക്കിലോട്ട്. നമ്മളെ പാലേജിൻ്റെ ഓണില്ലേ, അയ ഓണ് ഇതൊന്ന് പാലേജിൻ്റെ ഓണ് ഗൈസ്. ഇങ്ങനെയോരോ സംഭവങ്ങൾ കാണാട്ടോ. കാഴ്ച വരുന്നുണ്ട്, കാഴ്ച എല്ലാവർക്കും കേട്ടോ. വേറെ ലൈംഗമ്പിലെ മുകളിൽ കുഴപ്പമില്ല. ചെക്കനിങ്ങനെ നോക്കിയാ ഒരായി പറഞ്ഞാടാ. ആയി പറഞ്ഞേ. വാവ്. രണ്ട് മുളക് വെച്ച് വേണം. രാവിലെ വേണ്ട പോലും. ബേസന് കാണില്ല. ചൂടൊന്നുമില്ല കഴിച്ചു പോകുന്നതിനും. ഭയങ്കര ഉപ്പ് കേട്ടോ, ഉപ്പ് നോക്കിയേ, ഭയങ്കര ഉപ്പാ. നടന്നോ.
ഗായ്സ് നമ്മളങ്ങനെ തിരിച്ച് വണ്ടീൻ്റെ അടുത്ത് എത്തി. രാവിലെ ഹെൽമെറ്റ് എടുത്തോ, ചാവിയനിട്. നീ വണ്ടി എടുക്കൂലേ? എടുത്തോ ഹെൽമെറ്റ്. അയ്യോ ആ അടച്ചോ. ഗായ്സ് നമ്മൾ ഇവിടുന്ന് വിട്ടേട്ടാ, പെരുമ്പക്കുന്ന് വിട്ട് അല്ല കണ്ടോത്തുനിന്ന് വിട്ട്. കണ്ടോത്തല്ലേ? കണ്ടോത്തുനിന്ന് വിട്ട്. വണ്ടിയെല്ലാം ഫുൾ അവിടെ ബ്ലോക്കായി കിടന്നിട്ട് ഇതാ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പാസ്സാവേ. കുറേ പോയി. തട്ടുകട ഒരു മുട്ട ഓംലെറ്റ് അടിക്കണമെന്നുണ്ടായിന് ഗൈസ്, ഒന്നും നടക്കൂല ഗൈസ്. നമ്മുടെ റോഡ് പണി കണ്ടാ, ഇപ്പുറത്തുനിന്ന് സിമെൻ്റെല്ലാം ഇപ്പുറം ഇടുന്നുണ്ടോ? കോൺക്രീറ്റ് വർക്ക് അടയ്ക്കുക. നമ്മളല്ല NH66 റോഡ് പണി ഇങ്ങനെ നടക്കുക. ഒരു സൈഡിൽ നിന്ന് വണ്ടിയിൽ നിന്ന് മറ്റേത് വഴി അപ്പുറത്തേക്ക് സിമെൻറ്റും പൂഴി മറ്റേതെല്ലാം കുഴച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു. അതുവഴി എന്താ പറയുക, അതുവഴി അങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നു അല്ലടാ? അതുവഴിയാണ് അപ്പുറത്തേക്ക് പോകുന്നു. ഇതിന് പിലാത്തറ വരെ നമുക്ക് ഇങ്ങനെ പോകട്ടെ, ഈ സൈഡിലൂട്ടെ. അങ്ങനെ വരുന്ന വണ്ടി അപ്പുറത്തേക്ക് കൂടിയും ഇങ്ങനെ വരുന്ന വണ്ടി ഇപ്പുറത്തേക്ക് കൂടിയും. ഗായ്സ് എന്നാൽ കഴിക്കാൻ വെച്ചിട്ട് വന്നയാ. നമ്മൾ പിലാത്തറ എത്തി. പിലാത്തറ ഞാൻ കഴിക്കണം, വിശക്കുന്നു ഗായ്സ്. കൈയെല്ലാം കഴുകി ഇരുന്നിട്ടുണ്ട്, വിശക്കുന്നു. അന്നങ്ങ് കഴിക്കട്ടെ കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ രാഹുൽജി 2:15 കുറയോ ഗൈസ്? രാത്രി 2:15 ചേട്ടാ. അതിന് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഇവിടെ തന്നെ കഴിച്ചിട്ട് പോവാം കേട്ടോ. അതിന് വീട്ടിൽ പോയിട്ട് ഈ സമയത്തൊന്നും അവിടെ ഫുഡ് ഉണ്ടാവും, പക്ഷെ വേണ്ട, നമുക്കൊന്ന് കഴിച്ചിട്ട് പോവാം. ഒക്കെ ഗൈസ് ഓർഡർ ചെയ്യട്ടെ. ഗൈസ് പൊറോട്ട വന്നിട്ടുണ്ട്, ഒരു ചിക്കൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്, ചെറുനാരുണ്ട്. പൊറോട്ട എന്ത് നോക്കട്ടെ. കഴിക്കട്ടെ. ഓക്കെ, ഇത് അടിക്കാത്ത പൊറോട്ട കേട്ടോ, അടിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. രണ്ടും കൂട്ടിയിട്ട് ഇതേ കഴിക്കട്ടെ. കോഫി ഗായ്സ്, ഇതുണ്ടോ ബേവായിട്ട് ചോര ഉണ്ടോ? ചോര കണ്ടോ? ശരിക്കും കണ്ടോ? ഒന്ന് പറയണ്ടോ? ബ്ലഡ് അല്ലേ എന്നല്ലേ? ഇത് ബേവായിട്ടാണ്. കറക്റ്റ് ബന്ധിനെങ്കിൽ ഇതുണ്ടാവില്ല, കറക്റ്റ് ബന്ധിന് ഇതുണ്ടാവില്ല. കണ്ടാ നല്ല ബ്ലഡ് ഉണ്ട് കണ്ടാ. ഇതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ അവസ്ഥ. എല്ലായിടത്തും ഉണ്ടാവില്ലെന്നില്ല, ഓരോ സ്ഥലത്തെല്ലാം നല്ല ബേവ് ഉണ്ടാവുന്നുണ്ട്. ഇത് ബേവായിട്ടാണ്, കറക്റ്റ് ബേവണം, അല്ലെങ്കിൽ ഇതുപോലെ ബ്ലഡെല്ലാം വരും ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് പോയാട്ടാ. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലേക്ക്. 2:30 മണിയായി. സമയം കറക്റ്റ് പറഞ്ഞ കേട്ടാ. സമയം 2:34 ചേട്ടാ. ഇതാ 2:35 ഗായ്സ്, 2:35. ഓക്കെ, അപ്പോൾ പിന്നെ നെക്സ്റ്റ് കാണാം. അതുവരെ ബൈ ബൈ. ഒരു ബൈ പറഞ്ഞേടാ.